ഹലോ ഗൈസ്, ഞാനും എൻ്റെ അമ്മയും കൂടി ഇപ്പോൾ ഉള്ളത് ആറ്റുകോയിലാണ് ഗൈസ്. നമ്മളൊരു പെട്ടെന്ന് എടുത്തൊരു തീരുമാനത്തിലാണ് ഗൈസ് ഇപ്പോൾ ഇവിടെ നിൽക്കണത്. രാവിലെ ഉറക്കഴിച്ചപ്പോൾ എനിക്കൊന്ന് അമ്പലത്തിൽ പോകാൻ തോന്നി. അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ അമ്മ ഓക്കെ പറഞ്ഞു ഗൈസ്. അങ്ങനെ ഞങ്ങൾ നേരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകാനായിട്ടായിരുന്നു. പിന്നെ ആ ലേറ്റ് ആയതുകൊണ്ട് ആറ്റുകാല തന്നെ വന്നു. പിന്നെ വല്യമ്മേൻ്റെ ഇവിടെ പോകണമായിരുന്നു. പിന്നെ അച്ഛന് ഫുഡ് കൊടുക്കാൻ പോകണം. അതുകൊണ്ട് നിങ്ങളിവിടെ എത്തി ഗൈസ്. അമ്പലത്തിനകത്ത് കയറുമ്പോൾ ഫോൺ കൊണ്ടുപോകാൻ പാടില്ല, സ്വിച്ച് ഓഫ് ആക്കാൻ പറഞ്ഞു ഗൈസ്. അതുകൊണ്ട് അമ്പലത്തിനകത്ത് കയറി കണ്ട് തൊഴുതിട്ട് ഇറങ്ങി വന്നിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാവേ. വരൂ അമ്മേ, നമുക്ക് പോകാം. തൊഴുതു ഗൈസ്. എല്ലാ അമ്മച്ചിമാരും ഭയങ്കര എന്താ പറയുക, നേരെ ഒരു ഫോട്ടോ എടുക്കാൻ പോലും സമ്മതിക്കാനില്ല. എൻ്റെ അമ്മ സഹിതം ഷോകാണ് ഗൈസ്. ഗൈസ് ഒറ്റ മൈൻഡാണ് കേട്ടോ. ഒറ്റ മൈൻഡിലാണ് ഇങ്ങോട്ട് വന്നത്. സാരി പോലും ഇതൊന്നും എൻ്റെതല്ല, എല്ലാം അമ്മയുടേതാണ്. സാരിയും ബ്ലൗസും ഒക്കെ ഗൈസ്. ഗൈസ് ചെളി ഗൈസ്. ഭയങ്കര വെയിൽ കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. ഭയങ്കര വെയിലായി ഗൈസ്. അമ്പലത്തിൽ നിന്ന് നേരെ ഇറങ്ങിയത് മണക്കാടാട്ടോ. മണക്കാട് എൻ്റെ അച്ഛൻ ജോലി ചെയ്യണത് അവിടെയാണ്. അപ്പം ഞങ്ങൾ വന്നത് അവിടെ വന്നിട്ട് അച്ഛന് ചോറ് കൊടുത്തിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. അച്ഛൻ നാരങ്ങ വെള്ളം തരാമെന്ന് പറഞ്ഞു. നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങനെ എപ്പോഴും പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴും ഞാൻ അങ്ങനെയാണ് ഗൈസ്. സ്കൂളിൽ പഠിക്കുമ്പോഴും അവിടെ അച്ഛനെ കാണാൻ പോകുമ്പോൾ അച്ഛൻ വെള്ളം വാങ്ങിച്ചിരുന്ന നാരങ്ങ കടയിൽ പറ്റി പറയാനുണ്ടോ? നിങ്ങൾ എങ്ങനെ ഒരു യൂട്യൂബർ മോളാവും അല്ല ഒരമ്മയാണ്. പണ്ട് നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പം ബസ്സിന് വേണ്ടി ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പ് കൊണ്ട് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ബസ് സ്റ്റോപ്പ്. ഇവിടെയാണ് ബസ് വരണം. നമ്മളിവിടെയാണ് എപ്പോഴും ഗൈസ്. ഇന്ന് അച്ഛൻ്റെ ഭയങ്കര നാരങ്ങ വെള്ളം. അന്നത്തെ പോലെ കളർ ഇടാത്ത വണ്ടി വെയിലെത്തിട്ടൊന്ന് കറുത്തു. അതിൻ്റെ അതിൻ്റെ ഇപ്പുറത്തെ ഒരു കടയുണ്ട്. ഇവിടെ പോയി നല്ല മസാല ദോശ കഴിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അമ്മയെയും കൊണ്ട് കോവിലിൽ പോയാൽ മസാല ദോശ മസ്റ്റ് ഹാവാണ്. അപ്പം നമുക്ക് പോവാം. ഹോട്ടൽ അന്നപൂർണ്ണ അവിടെയാണ് കേട്ടോ. അങ്ങോട്ടോ കുറച്ചപ്പത്തേ ഉള്ളൂ. അങ്ങനെ ഗൈസ് മണക്കാട് വന്നപ്പോൾ അമ്മ ഓർമ്മയൊക്കെ അയവറകാനായിട്ട് മണക്കാട് ചന്തക്കകത്ത് കയറി ഗൈസ്. ഇതൊക്കെ ഒരു തറവിലെ കുട്ടിയാട്ടോ. അങ്ങനെ ഈ അമ്മൂമ്മയുടെ നിന്ന് മലക്കറിയും വാങ്ങിച്ച്. മീൻ വാങ്ങിക്കാമെന്ന് വെച്ചാൽ മീൻ ഭയങ്കര ശോകമായിരുന്നു ഗൈസ്. അങ്ങനെ മീനൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ഞാൻ പറഞ്ഞു അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് മീൻ വാങ്ങിക്കേണ്ട, പാലരാമപുരത്തില്ലാത്ത മീനും എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നു ഗൈസ്. അമ്മേനെയും കൊണ്ടുവന്നു. ഇങ്ങനെ എന്താ പറയുക, കണ്ട എവിടെ പോയാലും ബാർഗെയിനിങ് തന്നെ ഗൈസ് എൻ്റെ അമ്മയ്ക്ക്. അമ്മൂമ്മ പാവം ഓരോന്നോരോന്നായിട്ട് നുള്ളി വയ്ക്കുന്നു. അമ്മൂമ്മയ്ക്ക് കത്തിരിക്ക വയ്ക്കാൻ ഭയങ്കര മടിയായിരുന്നു ഗൈസ്. 80 രൂപയുടെ മലക്കറിയാണ്. പക്ഷേ എങ്കിൽ ഗൈസ് ഇതാണ് ഗൈസ് മസാല ദോശ. ഞങ്ങളെപ്പോഴും എൻ്റെ അച്ഛൻ പണ്ടേ ഞങ്ങളിവിടെ കൊണ്ടുവരുമായിരുന്നു കേട്ടോ. ചായയും വടയും വാങ്ങിച്ചുതരാം. പിന്നെ മസാല ദോശ പണ്ടൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. ഇപ്പം എന്താണെന്നറിയാൻ വയ്യ, ഭയങ്കര വറ്റിപ്പാന്ന് തോന്നുന്നു ഗൈസ്. മസാല ദോശയ്ക്കൊന്നും അത്ര സുഖമില്ല, സാമ്പാറൊന്നും സുഖമില്ല ഗൈസ്. പിന്നെ എന്താ പറയുക, ഒരു കോമഡി ഉണ്ട് ഗൈസ്, അത് ഞാൻ പറഞ്ഞു തരാവേ. ദോശ ആദ്യം കഴിച്ച് തീക്കട്ടെ. ശരി ഗൈസ്, പോകാം. അങ്ങനെ
ഗൈസ് വല്യമ്മയുടെ പോയി വല്യമ്മ ആദ്യം തന്നത് മണ്ടപ്പുറ്റാണ് കേട്ടോ. മണ്ടപ്പുറ്റ് എന്ന് പറയുമ്പോൾ നോർമലി ഉള്ള മണ്ടപ്പുറ്റല്ല ഗൈസ്, നല്ല പൊടി പൊടിയായിട്ടിരിക്കണം. വേറെ ഏതൊരു അമ്പലത്തിൽ മണ്ടപ്പുറ്റല്ല, അപ്പം നല്ല തരുത്തരി ഉഴുന്നൊക്കെ ഇട്ടാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതിന്. ഇത് അപ്പൂസാണ് ഗൈസ്, അപ്പൂസിന് പല്ലൊക്കെ വന്ന കേട്ടോ, ഇഷ്ടംപോലെ പല്ല്, മുട്ടയാണ് അവ ഇപ്പോൾ. പഴയതൊല്ലന്നല്ല ഗൈസ്. അങ്ങനെ ഗൈസ് വല്ലച്ചാതി എൻ്റെ വല്യമ്മയിൽ അവിടെ എത്തി. ഇവിടെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി, വല്യമ്മയും പിന്നെ വല്യമ്മയുടെ മരുമക്കളൊക്കെ കേട്ടോ ഉള്ളത്, എൻ്റെ കുഞ്ഞു ബേബികളും. അങ്ങനെ ഗൈസ് ഞാൻ ഇപ്പം ഇത്രയും രാവിലെ 10 മണി തൊട്ടുള്ള ഇതുവരെയുള്ള വെയിലും കൊണ്ടിടുന്നു, ഉച്ചത്തെ വെയിലും കൊണ്ടാണ് ഗൈസ് ഞാൻ വന്നത്. അപ്പോൾ ഇവർക്ക് ഇവിടെ നമ്മൾ ഒരുപാട് മീനെ കിട്ടുന്ന ഒരു മാർക്കറ്റുണ്ട്, നമ്മുടെ കൊച്ചു കടയെന്ന് പറയും, ചന്ത. അങ്ങനെ അവിടെ പോകാൻ വിളിക്കുന്ന ഗൈസ്, ഞാൻ പോകില്ല, എനിക്ക് വയ്യ ഗൈസ്, നേരത്ത് ഭയങ്കര വെയിൽ ഭയങ്കര ഗൈസ്. ഇങ്ങനെ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നു, ഞാൻ പോണ പ്രശ്നമില്ല ഗൈസ്, എനിക്ക് ഇതൊക്കെ അയച്ചിട്ട് വന്ന് കിടന്ന് ഉറങ്ങണം ഇവിടെ സുഖമായിട്ട്, വെയിൽ എടുത്തിന് വീട്ടിൽ പോകണം ഗൈസ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് കോവിൽ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ്, വേറൊന്നുമില്ല, അവിടുത്തെ അമ്മമാർ കുറച്ച് സീനാണ് എന്ന് വെച്ചാൽ വല്ല പഴയ ആൾക്കാരല്ലേ, ഇങ്ങനെയൊക്കെ പറയും കോവിലൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് വീഡിയോ എടുക്കണം, അങ്ങനെയൊക്കെ പറയും. അതുകൊണ്ട് അതുകൊണ്ട് കുറച്ച് പൈസ ഉണ്ടായിരുന്നു. ഈ പൈസ പ്രതീക്ഷിച്ചാണ് ഞാൻ ഫുഡ് കഴിക്കാൻ കയറി, അമ്മയും കൊണ്ട് വല്ല വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് കയറി ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ പേ നോക്കിയപ്പോഴത്തേനും -484 രൂപ. ഈ കാനറ ബാങ്ക് ഇങ്ങനെ ഇപ്പം എന്ത് പൈസ ഇങ്ങനെ പിടിക്കില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചുമ്മാ പൈസ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ ഒരു കുറച്ച് പൈസ ഉണ്ടായിരുന്നു, എങ്കിലും കുറേയൊന്നുമില്ല, എങ്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ തണുത്തിട്ടുണ്ട്, വീട്ടിൽ പോകണേ ഉള്ളൂ. എന്ത് പറഞ്ഞു പിള്ളേരുണ്ടായിരുന്നെങ്കിൽ പിള്ളേരെ ഇട്ടിരുന്ന് ഫോട്ടോ എടുപ്പിക്കാതെ സാരമില്ല. അതിന്റെ തൊലി കളകളിരിക്കണം പൗച്ചിന്റെ ചേച്ചി ചേച്ചി വ്ളോഗിൽ വരും കേട്ടാ. എന്തൊരു കോലം തിന്നാൻ പോണാ. ആ അങ്ങനെ കടിച്ചു. ഹലോ ഗൈസ് പറ. ആര് ഇതാണ് ജാമ്പയ്ക്കയുടെ വലുത്, ജാമ്പയ്ക്കയുടെ അച്ഛൻ. അവള് ഫോൺ എടുക്കാത്തന്നാള് ഞാൻ എടുത്തിട്ട് അമ്മൂമ്മ മരിച്ചിട്ട് വരാത്തണ്ടാടി നീ എന്നോട് നീ ഫോൺ എടുക്കാത്തത്. മറ്റേ നമ്പറിൽ വിളിച്ചെടുക്കൂല, നീ ഈ നമ്പറിൽ വിളിച്ചാലേ കിട്ടുള്ളൂ, ഓഫീസ് നമ്പർ അതൊന്നും. തല നിറച്ച് എണ്ണ രാത്രി അങ്ങനെ വീട്ടിൽ അസ്വസ്ഥമായി ഗൈസ്. അമ്മ ഫ്രൂട്ട്സായി കയറിയപ്പം ഈ ഒരു ചെറിയ പഴം വച്ച് ഗൈസ് കൊള്ളാം. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ. ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണം എന്നുണ്ടായിരുന്നു, ഫസ്റ്റ് സാരി കൊടുത്തേണ്ട സമയം കിട്ടില്ല, അമ്മ അത്രയ്ക്ക് ദേഷ്യപ്പെട്ടിട്ടുണ്ട് ഗൈസ്. അപ്പം ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പം താങ്ക് യു, ബൈ, സീ യു.